ചേച്ചി നമസ്കാരം. നമസ്കാരം. ഞാൻ സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മൂമെൻറ്റ് കൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞു തുടങ്ങിയത്. എങ്ങനെയുണ്ട് പ്രഗ്നൻസി, ആ ജേർണി എങ്ങനെയുണ്ട് ഇതുവരെ? ഞാൻ ഈ ഫസ്റ്റ് റീലിലൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ കാണുമ്പോൾ അടിപൊളി ഇതാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഫസ്റ്റ് ട്രൈമസ്റ്റർ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെള്ളം കുടിച്ചാൽ പോലും ഞാൻ വോമിറ്റ് ചെയ്യായിരുന്നു. എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നും കഴിക്കാൻ പറ്റില്ല, ഇന്ന ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. വിശപ്പുണ്ടാവും, നമുക്ക് ക്രേവിങ്സ് ഒക്കെ തോന്നും. പക്ഷെ കഴിക്കുമ്പോൾ ക്രേവിങ്സിന് ഞാൻ എല്ലാം മേടിച്ച് എൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴത്തേനും എനിക്കിങ്ങനെ വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി തോന്നുന്നു. അപ്പം ഞാനൊന്നും കഴിക്കില്ലായിരുന്നു. ഞാൻ മേടിക്കും, വീട്ടിലുള്ളവർ കഴിക്കും, അങ്ങനെയായിരുന്നു. അപ്പം ഇച്ചിരി ഹാർഡായിരുന്നു ആദ്യത്തെ ഒരു ട്രിമസ്റ്റർ. വലിയ പ്രശ്നം നോർമലായി വരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല. എന്നാലും വോമിറ്റിംഗ് ഒക്കെ ഒത്തിരി ഭേദമാണ്. എന്തെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ ഗ്യാസ് എന്തെങ്കിലും ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ വോമിറ്റ് ചെയ്യുന്നല്ലാതെ അങ്ങനെ ഇന്ന ഭക്ഷണം അങ്ങനെ ആദ്യം എനിക്ക് എന്താ പറയാ, മീറ്റ്, ഫിഷ്, സീ ഫുഡ് ഒന്നും പറ്റില്ലായിരുന്നു. സാമ്പാർ, രസം ഇത് മാത്രമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. രാവിലെയും സാമ്പാർ, ഇഡ്ഡലി, ഉച്ചയ്ക്ക് സാമ്പാർ അല്ലെങ്കിൽ രസം അല്ലെങ്കിൽ മോരുകറി. രസമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്. അത് മാത്രമായിരുന്നു. അങ്ങനെയൊക്കെ എല്ലാം കഴിക്കാൻ പറ്റും. ഈ പ്രഗ്നന്റ് ആണെന്ന് ആദ്യം പറഞ്ഞ ആ ഒരു മൂമെന്റ് ഉണ്ടല്ലോ, ആ ഒരു മൂമെന്റ് എങ്ങനെയായിരുന്നു? ആരോടാ ഫസ്റ്റ് പറഞ്ഞത്? ഒബ്വിയസ്ലി ഹസ്ബൻഡിനോടല്ലേ പറയാ. സാധാരണ അമ്മയോടൊക്കെ പറയുന്ന ലേഡീസ് ഉണ്ട്, അതാണ് ചോദിച്ചത്. ഇല്ല, ഞാൻ ആദ്യം ഉണ്ണീട്ടിനോട്, ഹസ്ബൻഡിനോട് തന്നെ പറഞ്ഞേ. ഞാൻ ഈ പറയുന്ന പോലെ നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്ത് വെക്കുമല്ലോ, അങ്ങനെ വെച്ചിട്ടില്ല. അപ്പൊ ആൾക്കൊരു ഐഡിയ ഇല്ല, ആൾക്കൊരു ഡൗട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഞാനിത് എൻ്റെ കയ്യിലുണ്ടെന്നോ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നോ ഒന്നുമില്ല. നമ്മൾ പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പൊ എനിക്ക് എൻ്റെ പീരീഡ്സ് മാറിയപ്പോൾ തന്നെ കുറേ, പിന്നെ അതിൻ്റെ കുറച്ച് സിംറ്റംസ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തപ്പം ഞാൻ ആരോടത്തും പറഞ്ഞില്ല. ഈവൻ എനിക്ക് വീട്ടിലും ഞാൻ ചോദിച്ചില്ല, ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തും പറഞ്ഞില്ല. ഞാൻ വെറുതെ റാൻഡമായിട്ട് രാവിലെ എൻ്റെ കയ്യിൽ സാധനം ഇരിക്കുന്നുണ്ട്, ഞാൻ വളരെ റാൻഡമായിട്ട് മോർണിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. 2 ലൈൻ കണ്ടപ്പോൾ ഞാൻ അത് ഷോക്ക്ഡായി. പിന്നെ എനിക്ക് ഈ പറയുന്ന പോലെ സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ട് വീട്ടിൽ സർപ്രൈസ് കൊടുക്കണം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് അതൊരു സർപ്രൈസ് ആയിട്ട് വേണം അറിയിക്കാൻ, അങ്ങനെയൊന്നും ആ സമയത്ത് തോന്നിയില്ല. ഭയങ്കര എനിക്ക് ഒട്ടും പേഷ്യൻസ് ഇല്ലായിരുന്നു. എനിക്ക് ഇത്രയും പെട്ടെന്ന് ഉണ്ണിയേട്ടൻ അറിയണം. ഞാൻ ആ ചൂടോടെ പോയിട്ട് ഞാൻ ആ സമയത്ത് എനിക്ക് ഉണ്ണിയേട്ടൻ പുറത്ത് ഞങ്ങളുടെ വീട്ടിലെ ഡോഗിനെ നടത്തിക്കാൻ കൊണ്ടുപോയിക്കായിരുന്നു. അപ്പോൾ ആള് നടത്തിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്താണ് ഞാൻ ഓടി പോയിട്ട് കണ്ണടക്കി ഞാനൊരു കാര്യം കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് കാണിക്കണേ. ആള് ഭയങ്കര, ആൾക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് നമ്മള് ഇത് ഒട്ടും പ്ലാൻഡ് അല്ല. പെട്ടെന്ന് ഇത് കണ്ടപ്പം ആളും ഭയങ്കര ഷോക്കായി. ശരിക്കും ആള് ചോദിച്ചു ഞാൻ വല്ല പ്രാങ്ക് ചെയ്യുന്നതാണോ? അപ്പൊ ആള് ഇങ്ങനെ കുറെ തവണ റിയലി ശരിക്കും എന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ആളുടെ കണ്ണൊക്കെ നിറഞ്ഞു, ഭയങ്കര ഹാപ്പി. പിന്നെ എനിക്ക് എല്ലാവരുടെ അടുത്തും, ഇപ്പൊ അമ്മയുടെ അടുത്താണെങ്കിലും, ഞാനും ഹസ്ബൻഡും ഇവിടെ ആ സമയത്ത് അമ്മയൊക്കെ, ഇപ്പൊ എൻ്റെ പാരൻസ് ആണെങ്കിലും ഹസ്ബൻഡിന്റെ പാരൻസ് ആണെങ്കിലും ഗുരുവായൂർ, കോഴിക്കോട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ റിയാക്ഷൻ എനിക്ക് കാണണമെന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാവരും വീഡിയോ കോൾ ചെയ്തിട്ടാ. പിന്നെ അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ്റെതും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരതും. ഇത് എനിക്ക് ഇനിയും ഭാവിയിലേക്കാണെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞ് വരുന്ന സമയത്ത് കുഞ്ഞിന് ഒരു പ്രായമാകുമ്പോഴൊക്കെ കാണിച്ചു കൊടുക്കണം. ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെയും റിയാക്ഷൻ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.